ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് രാജലക്ഷ്മി. ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് ഓൾറെഡി പ്രേക്ഷകർ ടൈറ്റിൽ വായിച്ചിട്ടുണ്ടാവും, തംബ്നെയിൽ കണ്ടു കാണും. എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ ഹേറ്റേഴ്സ് പ്രേക്ഷകരെ ഇത്രയും ഹേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അവരെന്തിനാണ് നിങ്ങളെ വെറുക്കുന്നത്? ഓക്കെ, സോ ലെറ്റ്സ് സീ. രണ്ട് പൈൽസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ രണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഗ്രൂപ്പ് 1 ആൻഡ് ദിസ് ഇസ് ഓക്കെ ഗ്രൂപ്പ് 2. 1 കാർഡ് പ്ലീസ്. ഗ്രൂപ്പ് 2. ഓക്കെ, ഗ്രൂപ്പ് 1, a new romantic cycle begins. Group 2, balance spirituality and practicality. So പ്രേക്ഷകർക്ക് കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്, or else ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം. ഓക്കെ, or നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അങ്ങനെ ചെയ്യാം. ലൈക്ക് യു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ഏത് കാർഡ് പിക്ക് ചെയ്യണം അങ്ങനെ ചെയ്യൂ. ഓൾ രണ്ട് ഗ്രൂപ്പും കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പ്രേക്ഷകരെ ചില ആൾക്കാർ വെറുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ, സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. പ്രേക്ഷകർ അത് ക്ലിക്ക് ചെയ്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനൽ കാണുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് സീ എന്തുകൊണ്ടാണ് പ്രേക്ഷകരെ ചില ആൾക്കാർ വെറുക്കുന്നത്. 2 of Cups, the World card, the Emperor, Seven of Cups, 8 of Swords, the Hermit. സോ എന്തുകൊണ്ടാണ് പ്രേക്ഷകരെ ചില ആൾക്കാർ വെറുക്കുന്നത് അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഹേറ്റ്രേഡ് എന്തുമാകാം. ഹേറ്റ്രേഡ് എന്ന് പറയുന്നത് ചിലപ്പം ദേഷ്യമാകാം. ഓക്കെ, ചില കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായതാകാം. ചിലപ്പോൾ ജലസി ആകാം. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങളിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാകാം. ചില കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് ചെയ്തെടുക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാകാം. ആൻഡ് ചിലർ ഡെഫിനറ്റ്ലി വെറുക്കാൻ വേണ്ടി മാത്രം വന്നവരാകാം. ഓക്കെ, സോ എന്തുകൊണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, അവരുടെ ധാരണയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പർട്ടിക്കുലർലി കല്യാണം കഴിഞ്ഞ മെമ്പേഴ്സ് ഈ ഗ്രൂപ്പ് കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാരേജ് വളരെ നല്ലതാണ്. നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വളരെ നല്ലതാണ്. ഓക്കെ, നല്ലൊരു ജോഡിയാണ് നിങ്ങളുടേത് എന്നതാണ് അവർക്ക് തോന്നുന്നത്. ഓൾറൈറ്റ്, അവർക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ വേണ്ട. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പരിപൂർണതയാണ് നിങ്ങളുടെ ജീവിതം. ഓക്കെ, അവർ നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻ ദ സെൻസ് നിങ്ങൾ ഏത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യും ആൻഡ് ഒറ്റയ്ക്കായാലും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആസ് വെൽ ആസ് അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ലക്ക് വളരെ നല്ലതാണ്, എപ്പോഴും നിങ്ങൾ ലക്കിയാണ്. ഓക്കെ, അതാണ് അവരുടെ ധാരണ. നിങ്ങൾക്ക് ഏറെ ചോയ്സസ് ആണ്. ദാറ്റ് ഈസ്, ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാൾ കിട്ടും. ഓക്കെ, അവർക്ക് തോന്നുന്നത് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, 8 of Swords പറയുന്നത് ദാറ്റ് ഈസ് ഈവൻ തോ നിങ്ങൾക്ക് പേടിയുണ്ട്,
ഓക്കെ, പല കാര്യങ്ങളിൽ. പക്ഷെ ആ പേടി നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് കാണിക്കില്ല, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നതാണ് പറയുന്നത്. പിന്നെ വന്ന കാർഡാണ് ദ ഹെർമിറ്റ് കാർഡ്. നാ അവർ പറയുന്നത് നിങ്ങൾ വളരെയധികം നോളജബിൾ ആണ്, നിങ്ങൾക്ക് ഏറെ വിവരമുണ്ട്, ഓരോ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കൂടുതലാണ്. ഓക്കെ, സോ ഈ വക കാര്യങ്ങളാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് അവർ എന്തുകൊണ്ടാണ് ഹേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Three of Swords, Three of Pentacles, Queen of Cups. ഈ മെമ്പേഴ്സ് ആരൊക്കെയാണോ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജലസി കാട്ടുന്നത്, അവർക്ക് ഒരു ആശ്ചര്യമാണ്. ഓക്കെ, എന്തുകൊണ്ട് ഈ ആശ്ചര്യം അവർക്കുണ്ടായത്? ദാറ്റ് ഈസ് അവർക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇറങ്ങി. ഓക്കെ, ഒരു ഘട്ടമുണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയത് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായ ഒരു കൂട്ടായ്മയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കില്ല ഒരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കൊണ്ടുവരാൻ ജീവിതത്തിൽ. ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ്. ദാറ്റ് ഈസ് അവരെന്ത് പറയാൻ ആഗ്രഹിക്കുന്നോ മുൻകൂട്ടി തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അവരെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് മുൻകൂട്ടി തന്നെ നിങ്ങൾ ചെയ്തെടുക്കും. അതാണ് അവർ പറയുന്നത്. ഓക്കെ, സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം ഹീലിംഗ് എനർജി ക്യാരി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഹീലിംഗ് എനർജി ക്യാരി ചെയ്യുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ഒരു വാട്ട് വി സേ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു മെമ്പറിന് മാത്രമേ ഒരു ഹീലർ ആകാനോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ സ്റ്റാർ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഏറെ ആൾക്കാരെ സഹായിച്ചിരിക്കുന്നു. ഓക്കെ, ആൻഡ് അതോട് തന്നെ എല്ലാവരും നിങ്ങളെ വലുതായി പുകഴ്ത്തുന്നു. ഓക്കെ, അതാണ്. ആൻഡ് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പ്രേക്ഷകരുടെ ഹേറ്റേഴ്സിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് അവർക്കാണ് എല്ലാ ഫെയിം വേണ്ടത്, അവർക്കാണ് നല്ല സൽപ്പേര് വേണ്ടത്, അവർക്കാണ് എല്ലാവരും നല്ലതാണ് എന്ന് പറയിപ്പിക്കേണ്ടത്, നിങ്ങൾക്കല്ല. ഓക്കെ, വാവ്, 9 ഓഫ് കപ്സ്. അവരുടെ ധാരണയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, ജസ്റ്റ് ആഗ്രഹിക്കും, നിങ്ങൾക്ക് ലഭ്യമാക്കും. ഓക്കെ, 4 ഓഫ് കപ്സ്. എന്നാൽ അവർക്ക് മനസ്സിലാകും ദാറ്റ് യുനോ നിങ്ങൾ എന്താ ഇപ്പോൾ പറയാം, ദാറ്റ് ഈസ് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില സമയത്ത് ചില കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ എന്നതും അവർക്കറിയാം. ഓക്കെ, ആൻഡ് അതിനെ ഒന്ന് നിങ്ങൾക്കെതിരെ തന്നെ യൂസ് ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു ഇമോഷൻ ഉള്ളപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് വേറൊരാൾ എന്തോ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. റൈറ്റ്? സോ അങ്ങനത്തെ ചില പൊളിറ്റിക്സ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും രക്ഷപ്പെട്ടു. ഓക്കെ, സോ വാട്ട് വി സേ രക്ഷപ്പെട്ടെങ്കിലും അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ഹേർട്ട് ആകണം. ഓക്കെ, അവരുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഹേർട്ട് ആകണം. ഓക്കെ, വാട്ട് എൽസ്? ഓക്കെ, എന്താണ് ഇനി പറയാനുള്ളത്? തേർഡ് ഐ ചക്ര. യെസ്, തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യൂ. ബിക്കോസ് നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് ആണ്. ദാറ്റ് മീൻസ് ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ്, നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിങ് വളരെ നല്ലതാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ.
റിക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ പ്രയത്നിക്കേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഒരു ചെറിയ ഷോർട്ട് റീഡിങ്. എന്താണ് നിങ്ങളുടെ ഹേറ്റേഴ്സ് നിങ്ങളെ ഹേറ്റ് ചെയ്യുന്നത്? സോ ഓവറോൾ ഓൾമോസ്റ്റ് കാർഡ്സ് വന്നു കഴിഞ്ഞു. ദാറ്റ് ഇസ് ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ വലുതായി വരുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഹേറ്റേഴ്സിൽ നിന്ന് സ്വയം രക്ഷിക്കുക. ഡെയിലി ബ്രേസ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ധരിക്കുക. ഇല്ല, കറുത്ത ചെറുടാണെങ്കിൽ അത് ധരിച്ചു വെക്കുക. ഓക്കെ, എന്നും എനർജൈസ് ചെയ്യുക. നമ്പർ ചൊല്ലിയോ മന്ത്ര ചൊല്ലിയോ അത് എനർജൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, സ്വിച്ച് ബോർഡ് ചൊല്ലിയോ എനർജൈസ് ചെയ്ത് വെക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് റെസനേറ്റ് ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്ന കാർഡാണ്. സോ ലെറ്റ് സീ എന്തുകൊണ്ടാണ് പ്രേക്ഷകരെ ചില ആൾക്കാർ വെറുക്കുന്നത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ, അതുപോലെ തന്നെ സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, ആ ചാനലും കൂടി കണ്ടു നോക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ് സീ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹേറ്റേഴ്സ് നിങ്ങളെ ഹേറ്റ് ചെയ്യുന്നത്. കിങ് ഓഫ് കപ്സ്, ദി എംപറർ, ക്വീൻ ഓഫ് സ്വോർഡ്, Eight of Wands, King of Pentacles. Okay, സോ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പ്രേക്ഷകരെ ഹേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നത്? ബിക്കോസ് അവരുടെ ധാരണയിൽ നിങ്ങൾ വളരെ സ്റ്റേബിളാണ്, ഇമോഷണലി സ്റ്റേബിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ദുഃഖിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വളരെ സ്റ്റേബിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ടെൻഷനില്ല, സ്ട്രെസ്സില്ല, എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ ദാറ്റ് ഈസ് പണത്തിൻ്റെ ഒരു വിഷമമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നതൊക്കെയാണ് അവർ കരുതുന്നത്. അവരുടെ ധാരണയിൽ നിങ്ങൾ എന്ത് പറയുന്നു അത് ആൾക്കാർ കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ, അതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങളിനി എന്തും പറഞ്ഞോ അത് കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്ത് ചെയ്തോ അതനുസരിക്കാനും ആൾക്കാർ തയ്യാറാണ്. ക്വീൻ ഓഫ് സ്വോർഡ്സ്, ചില മെമ്പേഴ്സിന് എനിക്കൊന്ന് നിങ്ങൾ നല്ല ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാകാം, വഴിക്കിടാൻ വന്നിട്ടുണ്ടാകാം, ആൻഡ് ആ സമയത്ത് നിങ്ങൾ നല്ല ഉത്തരം കൊടുത്തിട്ടുണ്ടാകാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്. ബിക്കോസ് അവർ എത്രയോ കാലം നിങ്ങളാരും ഒരു കാര്യത്തിനും ഉത്തരം കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, ആൻഡ് സഡൻലി നിങ്ങൾ ഉത്തരം കൊടുക്കാൻ തുടങ്ങിയപ്പം അതവരുടെ അവരുടെ സേഫ് സോണിനെയാണ് ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് അവർക്കൊരു ധാരണയുണ്ടായിരുന്നു ദാറ്റ് അവർക്ക് നിങ്ങളെ എന്തും പറയാം, പക്ഷെ നിങ്ങൾ തിരിച്ചൊന്നും പറയില്ല. എന്തുകൊണ്ട് പറയില്ല? കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഡിസിപ്ലിനാണ്, നിങ്ങൾ വളരെ ഡിഗ്നിറ്റി ഉള്ള ഒരാളാണ്. എന്നാൽ അവർ നിങ്ങളെപ്പറ്റി ഓരോന്നും പറഞ്ഞു നടക്കുന്നു. ഓൾറൈറ്റ്, പക്ഷേ നിങ്ങൾ അവർക്കൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ ആയത് വേർബലി, ഓക്കെ, വാക്കുകൊണ്ട് ഉത്തരം കൊടുത്തു അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അത് അവരുടെ അതോറിറ്റി, അവരുടെ ലീഡർഷിപ്പിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. 8 of Wands ആണ് വന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് അതവർക്കറിയില്ല. നിങ്ങൾ അൺപ്രെഡിക്റ്റബിൾ ആണ്, നിങ്ങൾ വളരെ മിസ്റ്റീരിയസ് ആണ്, നിങ്ങൾ വളരെ സീക്രറ്റീവ് ആണ്. ഓക്കെ, സോ എവിടുന്ന് എപ്പോൾ എന്ത് വരും എന്നത് ഇവർക്ക് അറിയില്ല. ഓക്കെ, നാ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്.
നിങ്ങൾക്ക് എല്ലാ രീതിയിലും സുഖ സൗകര്യങ്ങളാണ്. അത് വീടായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തകാര്യങ്ങളായിക്കോട്ടെ, അവരുടെ വളർച്ചയായിക്കോട്ടെ, അവരുടെ ജോലി ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നിങ്ങൾ വളരെ 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 സംതൃപ്തിയിൽ ആണ് കഴിയുന്നത് എന്നതാണ് അവരുടെ തിങ്കിങ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ നിങ്ങളെ വെറുക്കുന്നത്. ദാറ്റ് ഈസ് അവർക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ അടുത്തുള്ളത്. നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നത്. ഓക്കെ, വിൽ ടേക്ക്. സോ ആദ്യം നൈറ്റ് ഓഫ് വാൻസ്, ജഡ്ജ്മെൻറ്റ്, 7 of Pentacles, 9 of Pentacles, 3 of Wands, and Knight of Pentacles. Okay. അവരുടെ ധാരണയിൽ നിങ്ങളുടെ ലൈഫ് പെട്ടെന്നാണ് പോകുന്നത്, വേഗതയിലാണ്. ഓക്കെ, അവർ പതുക്കെ അവരുടെ ജീവിതം നന്നാക്കി എടുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതം നന്നാക്കി എടുക്കുന്നത്. ജസ്റ്റിസ് കാർഡാണ് വന്നത്. ദാറ്റ് അവരുടെ ധാരണയിൽ ദൈവം എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ, ദൈവം എപ്പോഴും നിങ്ങൾക്ക് ന്യായം നൽകുന്നു, നിങ്ങൾക്ക് ശരിയായുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഓക്കെ, ആൻഡ് അവർക്കത് ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചകമാണത്. 7 of Pentacles ആണ്. അവർക്കേറെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു, നിങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല ബിക്കോസ് ഓഫ് ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ഒത്തിരി വെയിറ്റിംഗ് പീരീഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ ചെയ്തു ഉടനെ തന്നെ റിസൾട്ട്. ഓക്കെ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ 9 of Pentacles ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അറിയാവുന്നതും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ, ഓക്കെ, ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നതും, അതുപോലെ തന്നെ ശരിയായ നിർണയങ്ങൾ എടുക്കാൻ കഴിയുന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ് വിത്ത് 9 of Pentacles. ഓക്കെ, ദെൻ 3 of Wands ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് ചെയ്യുക, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. ദാറ്റ് ഈസ് ലോങ് ടേം സ്റ്റെബിലിറ്റി ആണ് പ്രേക്ഷകർക്ക് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഹേറ്റേഴ്സ് എന്തും ചെയ്തോട്ടെ, എന്തും പറഞ്ഞോട്ടെ, പക്ഷേ ദൈവമാണ് നിങ്ങൾക്ക് ലോങ് ടേം സക്സസ് നൽകാൻ പോകുന്നത്. അത് സ്വീകരിക്കുക ആൻഡ് ജീവിതം നന്നായി ജീവിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഹേറ്റേഴ്സ് നിങ്ങളെ പറ്റി ആലോചിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് നോക്കാം ഗൈഡൻസ് നോക്കാം. Wow, fulfillment of wishes. Right. Emotional withdrawal. Okay. So basically ഇവിടെ പറയുന്നത് പ്രേക്ഷകർക്ക് ഗൈഡൻസ് വരുന്നത് ദാറ്റ് ഹാർട്ട് ചക്ര ഹീലിംഗ് ഏരിയ ചെയ്യൂ. ആയത് ഗ്രീൻ അവെഞ്ചുറിൻ ധരിക്കൂ, അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യൂ, റോസ് കോട്ട് ധരിക്കാവുന്നതാണ്. ഓക്കെ, ഹീലിംഗ് ചെയ്യൂ. സെക്കൻഡ്ലി, അവരുടെ ധാരണയിൽ, ഓക്കെ, നിങ്ങളുടെ ഹേറ്റേഴ്സിൻ്റെ ധാരണയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തതൊന്നുമില്ല ആൻഡ് അത് നിങ്ങൾ നേടാത്തതും ഒന്നുമില്ല. ഓക്കെ, അവരുടെ ധാരണയിൽ നിങ്ങളെല്ലാം ജീവിതത്തിൽ തികഞ്ഞവരാണ്, നിങ്ങളെല്ലാം ജീവിതത്തിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്നത്. ഓക്കെ എന്നതാണ് ധാരണ. ഇമോഷണൽ വിഡ്രോവൽ, ഈ ഹേറ്റേഴ്സിന് അറിയാം നിങ്ങൾ അവരിൽ നിന്നൊരു ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇവർ കരയാറില്ല, ഇവർ കരയിക്കാറേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. ഓക്കെ, സോ കരയാറില്ല, കരയിക്കാറേ ഉള്ളൂ. ആൻഡ് കരയിക്കുമ്പോഴും ഓക്കെ നല്ല നല്ല പേരൻസ്, ഓക്കെ, അവർ സോ പേരൻസ് ആണ് വന്നത്. ഓക്കെ, സോ മൈറ്റ് ബി കുഞ്ഞുങ്ങളും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവർക്ക് ബാധകമാണ്. അവർ നോക്കുമ്പോൾ അവർക്കും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ബോണ്ടിങ് വളരെ നല്ലതായിരിക്കും, നിങ്ങളുടെ സ്നേഹം വളരെ നല്ലതായിരിക്കും, നിങ്ങൾ വളരെ കെയറിങ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും.
ഓക്കെ. പക്ഷേ ആ ഒരു കാര്യം കാർഡ്സിൽ ദാറ്റ് ഈസ് ഹേറ്റേഴ്സിന് ഇല്ല. ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഐ തിങ്ക് എനിക്കൊരു കാർഡും കൂടി എടുക്കണം ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. വിച്ച് വൺ? സോ ലെറ്റ്സ് സീ എന്താണ് ഫർദർ അഡ്വൈസ്. സ്പീക്ക് യുവർ ട്രൂത്ത്, എക്സ്പ്രസ് യുവർ സെൽഫ്. സോ ഇവിടെ ഡിവൈൻ പറയുന്നത് ഹേറ്റേഴ്സ് പ്രേക്ഷകരുടെ അടുത്ത് വന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കെതിരെയോ പല കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടാകാം. ഓക്കെ. അല്ലെങ്കിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടാകാം. സോ പ്രേക്ഷകർ ചെയ്യേണ്ടത്, പ്രേക്ഷകർ എവിടെ പോകുന്നു, ഓക്കെ, ആരോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഹേറ്റേഴ്സിൻ്റെ ഓക്കെ അവരുടെ സീക്രട്സ് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ യുനോ അവർ എന്താണോ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് അത് തിരിച്ചവരോട് ചോദിക്കൂ എന്തുകൊണ്ട്. ഓക്കെ. സോ സ്പീക്ക് യുവർ ട്രൂത്ത് ആണ് പറയുന്നത്. നിങ്ങളുടെ സത്യം വെളിപ്പെടുത്തൂ. ഓക്കെ എന്നതാണ് ഇവിടെ വരുന്നത്. ഓൾറൈറ്റ് ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.